നിനക്കെന്ത് ചെവി കേട്ടൂടെ? ചെവി കിട്ടാ പത്രം കന്നേ ഞാൻ വായിക്കുന്നുണ്ടല്ലേ? ഒരാള് വായിച്ചിട്ട് വായിക്കാതെ സുഖമില്ല കനക. പത്രം തന്നേന്നേ. അതെന്തെങ്കിലും കേട്ടോ, നീ പത്രം തന്നേ. നീ ഓ 4 രൂപയ്ക്ക് പത്രം മേടിച്ചിട്ടാണ് നീ ഇത്ര വലിയ അഹങ്കാരത്തിൽ നിന്ന് പത്രം വർത്താനം പറയുന്നത്. നിങ്ങൾക്ക് പത്രം വരുത്തിട്ട് എന്തായി? ഞാൻ പത്രം വെച്ചിട്ട് പൈസ കൊടുക്കാത്തോണ്ടായി കിട്ടുന്നില്ല. മനസ്സിലായല്ലേ? വലിയ അഹങ്കാരത്തോടെ ശബ്ദം ചെയ്തിട്ട് പോയി. നീ നിന്റെ പത്രം വേണ്ട, എനിക്കറിയാം, ഞാനും അധ്വാനിച്ച് എന്റെ പൈസ ഉണ്ടാക്കണം പറഞ്ഞ് സ്വന്തമായിട്ട് പത്രം വരുത്തി. ഞങ്ങൾക്ക് പൈസ വരുന്നുണ്ട് മോനെ. നീ ഇപ്പൊ കറക്റ്റ് അവനായിടി. നിനക്കിപ്പോ ആ വിഷമം അങ്ങ് മാറിയോ? വിഷമം തോന്നുന്നു. എനിക്ക് ക്ലീറ്റം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടിക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഞാൻ ആ ഒരു വിഷമം നികത്താൻ വേണ്ടി പറഞ്ഞതാ. ചൂടാണ്. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇപ്പൊ രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായല്ലോ. ഈ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് ഞാനല്ല, അവനാണ്. ഒറ്റ ഒരുത്തനാണ് വഴക്കുണ്ടാക്കുന്നത്. ആ ക്ലീറ്റോ ചേട്ടൻ ഒറ്റക്കിരുന്നോണ്ട് ഇത് തന്നെ പറയുന്നത്. ഞാനല്ല ഈ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ എന്തെങ്കിലും തരത്തിൽ ദേഷ്യപ്പെടുന്ന ഒരാളാണോ? ഞാനൊരു പാവം, ഒരു മര്യാദക്കാരൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ. ഞാൻ എന്റെ കുടുംബമേ ജീവിതമേ എന്ന് പറഞ്ഞ് നടക്കുന്നു. എടാ സാധാരണ മനുഷ്യര് ഉറങ്ങൂലേ? ഉറങ്ങുമ്പോഴേ എല്ലാരും പാവാ, പക്ഷെ നീ ഉറങ്ങുമ്പോഴും ദുഷ്ടനാ. അതെ, കട കൂടെ പെണ്ണ് പറയുന്നു. ശടേ, ഇത് ചെറുപ്പായിട്ട് വരികയാണല്ലോ ഓരോ ദിവസം കഴിയുന്നോറും. വീട്ടിലെന്നും ഇരുന്നാറില്ലേ, പിന്നെ ഇങ്ങനെ ചെറുപ്പായി നടക്കാലോ. എന്താ ആരുടെയൊക്കെ വന്നെന്ന് പറഞ്ഞത്? ഒന്നും പറയണ്ട, ഒരു 5-6 പേര് വന്നിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് കുടുംബക്കാരും ഇല്ല, ബന്ധുക്കാരും ഇല്ല പറഞ്ഞോളാം. ഇപ്പൊ എന്നും ബന്ധുക്കാരാ. നല്ല കാര്യല്ലേ? എന്ത് നല്ല കാര്യം. എന്നിപ്പോ എല്ലാവരും കൂട്ടിയിട്ട് കട കൂടെ പോകണം, മാർക്കറ്റ് പോകണം, പാർക്ക് പോകണം, പർച്ചേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞിട്ട് 5 മണിക്ക് ഒരു സിനിമയും കാണുന്നു. അടിപൊളി. അപ്പൊ സിനിമയ്ക്ക് എല്ലാവർക്കും കൂടി പോവാച്ചിട്ടാ. ആ സമയം നമ്മളൊക്കെ എല്ലാവരും റെഡി ആയിക്കും. അവിടെ നിന്നല്ലേ എല്ലാവരും പോണത്? നമുക്ക് എല്ലാവർക്കും പോവാം. അവരും ഞാനും ഇട്ടിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടി ആയിട്ട് പോകണം. ഞാനില്ല അതെന്തേ? ഈ കൊച്ചായിട്ട് എ സിയിൽ വന്നത് അല്ലെങ്കിൽ തന്നെ അതിന് കപകെട്ടാ. ഞാനില്ല. അല്ല, അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? നീ പോണ്ട? ഞാൻ പോകുന്നുണ്ട്. എനിക്ക് ഡ്യൂട്ടി വേണം, ഞാൻ വരുന്നില്ല എന്തായാലും. എടാ 5 മണിക്കാണ് കുട്ടികൾ സ്കൂളിൽ വന്നാൽ എല്ലാവരും കൂടി പോയിട്ട് വൈകുന്നേരം കൂടി വരാലോ. ഒരു 9 മണി നമുക്ക് തിരിച്ചു വരാം. ഞാനെന്നാ മറ്റേ സുലി ചേച്ചി അവിടെ ഉണ്ടല്ലോ, ഞാൻ സുലി ചേച്ചിയോടെ ഇരുന്നോളാം. അല്ല, ഈ തണുപ്പടിച്ച കുട്ടിക്ക് പറ്റില്ലെങ്കിൽ അവൾ അവിടെ കട്ടെ. പിന്നെ എനിക്ക് സമാധാനത്തിൽ കാണാനും പറ്റൂല, വെറുതെ മെനക്കേട്. വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഇപ്പൊ ചേച്ചി അവിടെ ചേച്ചിയോട് റെഡി ആവാൻ പറയട്ടോ. അമ്മടുത്ത് പറഞ്ഞാ? ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇല്ലാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഗിരിജനെ മുട്ടിയിട്ടപ്പോ അവള് പറഞ്ഞു നോക്കിയപ്പോ വരാന്ന് സംഭവിച്ചിട്ടുണ്ട്. അതായത് സമയമില്ല, എന്നാലേ കുളിച്ചിട്ട് 5 മണിയാകുമ്പോഴേക്ക് റെഡി ആയിരിക്കാൻ പറ. ഉള്ളവരൊക്കെ റെഡി ആവിടാ, നീ പറ്റുമെങ്കിൽ വരാൻ നോക്ക്. ഉള്ളവരൊക്കെ വേണം. ഞാൻ പറയുകയാണെങ്കിൽ നീയും പോരെ. നീ ഒരു 5 മണിയാകുമ്പോഴേക്കും വരുമോ? എനിക്കറിയാൻ പറ്റില്ല. കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ടു. എന്റെ ആങ്ങളക്ക് ജോലി ഉണ്ടെന്നേ. കഴിയുന്ന എല്ലാവരും കൂട്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കട്ടോ. ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചു കൊടുത്തിട്ട് ഉച്ചയ്ക്ക് അതും കഴിച്ചിട്ട് അവരെ കൊണ്ട് കടയിലൊക്കെ ഇറങ്ങിയിട്ട് സിനിമയ്ക്ക് പറയുമ്പോഴേക്കും ഞങ്ങൾ വരാം കേട്ടോ. കല്യാണം കഴിക്കായിരുന്നു, കല്യാണം കഴിച്ചിരുന്നു മനുഷ്യൻ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി, എന്നിട്ട് ഇപ്പോഴും പുതുമോടിയായിട്ട് നടക്കുക.